അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അനിൻ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദി ഇദാ ഇസ്തകാ മിൻഹു ഉളുബുൻ തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. മുത്തഫഖുൻ അലൈഹി. ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന നബിവചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയുന്നു, മസലുൽ മുഅ്മിനീന, സത്യവിശ്വാസികളുടെ ഉപമ, ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദ്, പരസ്പര സ്നേഹത്തിലും പരസ്പരമുള്ള കരുണയിലും ദയാവാത്സല്യത്തിലും ഒരു ശരീരം പോലെയാണ്. ഇദാ ഇസ്തകാ മിൻഹു ഉളുബുൻ, അതിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് പ്രയാസം ഉണ്ടായാൽ, തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ, ശരീരത്തിലെ മറ്റു ഭാഗങ്ങൾ ഉറക്കമിളച്ചും പനി ബാധിച്ചും അതിൽ പങ്കുചേരുന്നു. ഇതാണ് ഹദീസിന്റെ സാരം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സാഹോദര്യ ബന്ധത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹബന്ധം, സാഹോദര്യ ബന്ധം, പരസ്പര സ്നേഹത്തിലും കരുണയിലും ദയാവാത്സല്യത്തിലും ഒറ്റ ശരീരം പോലെയാണ് വിശ്വാസികൾ. ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് വേദന പറ്റിയാൽ, എന്തെങ്കിലും ബുദ്ധിമുട്ട് ബാധിച്ചാൽ, ശരീരത്തിലെ മറ്റു അവയവങ്ങൾ മുഴുവനും അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, ഉറക്കമൊഴിച്ചും പനി ബാധിച്ചുമൊക്കെ. ഇത് ഒരു മനുഷ്യന് വിശദീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു വിരലിൻ്റെ ഒരു ചെറിയ മുറിവ് ബാധിച്ചാൽ ആ വിരൽ മാത്രമല്ല അത് അനുഭവിക്കുന്നത്, മറിച്ച് നമ്മുടെ ശരീരം മുഴുവനും അത് അനുഭവിക്കും. ഉറക്കമൊഴിക്കുന്നത് ശരീരം മുഴുവനാണ്, വേദന തിന്നുന്നതും ശരീരം മുഴുവനുമാണ്. ഇതുപോലെയാണ് സത്യവിശ്വാസികളുടെ ഉപമ എന്ന് പറഞ്ഞാൽ, സത്യവിശ്വാസികളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടായാൽ, വേദനയോ ഉണ്ടായാൽ, ആ വേദനയിൽ ശരീരത്തിലെ അവയവങ്ങളായ വിശ്വാസി എന്ന ആ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ അതിനുവേണ്ടി കഷ്ടപ്പെടുകയും പ്രയാസം അനുഭവിക്കുകയും അതില്ലാതാക്കാൻ വേണ്ടി അധ്വാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കണ്ടില്ലെന്ന് നടിച്ചുകൂടാ. അത്ര ബന്ധമാണ് പരസ്പരമുള്ളത്. സാധാരണയായി നമ്മൾ സംഘടിക്കാറുണ്ട്, സംഘടനയിൽ പ്രവർത്തിക്കാറുണ്ട്. ഒരു സംഘടന എന്ന് പറയുന്നത് ഒരു ലക്ഷ്യത്തിൻ്റെ സാഫല്യത്തിനായി, ഒരു ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിനും സാഫല്യത്തിനുമായി സംഘടിക്കുന്ന ഏതൊരു സംഘടനയിലെയും അംഗങ്ങൾക്കിടയിൽ സാഹോദര്യമുണ്ടായിരിക്കുക എന്നത് സ്വാഭാവികമാണ്. സാഹോദര്യ ബന്ധം ഉണ്ടായേ തീരൂ. അതില്ലാതെ ഒരിക്കലും അവരുടെ ലക്ഷ്യം പ്രാപിക്കുക സാധ്യമല്ല. എന്നാൽ ലക്ഷ്യം ഉൾക്കൊള്ളുന്ന ആദർശത്തിൻ്റെയും സ്വഭാവമനുസരിച്ചായിരിക്കും ആ ബന്ധമുണ്ടാവുക. ലക്ഷ്യം കേവലം ഭൗതികവും നൈമിഷികവും, അതുൾക്കൊള്ളുന്ന ആദർശം ക്ഷണികവുമാകുമ്പോൾ ബന്ധത്തിൻ്റെ സ്വഭാവവും ക്ഷണികവും നൈമിഷികവും കേവലം ഭൗതികവുമായി തീരും. ആദർശം പരിശുദ്ധവും ലക്ഷ്യം അനശ്വരവുമാണെങ്കിലോ തദടിസ്ഥാനത്തിലുള്ള സാഹോദര്യ ബന്ധവും പരിശുദ്ധവും അനശ്വരവുമായിരിക്കുന്നതാണ്. ഈ പറഞ്ഞ രണ്ടാമത്തെ ഇനത്തിൽപ്പെട്ടതത്രേ വിശ്വാസികൾ തമ്മിലുള്ള സാഹോദര്യ ബന്ധം. അവരുടെ ആദർശം ഏകനായ ദൈവത്തിലും ദൈവദൂതരിലും പരലോക ജീവിതത്തിലുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ലക്ഷ്യമാകട്ടെ
അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോകമോക്ഷവുമാണ്. അപ്പോൾ അവർ തമ്മിലുള്ള സാഹോദര്യ ബന്ധം ഈ അടിസ്ഥാന കാര്യങ്ങളിൽ ഊന്നിയതാവണമെന്ന് കാര്യത്തിൽ സംശയമില്ല. അനുസരിക്കപ്പെടുന്ന ഒരു നേതൃത്വം അവർക്ക് അത്യാവശ്യമാണ്. അതിൻ്റെ കീഴിൽ ഓരോ വ്യക്തിയും കഴിവിൽപ്പെട്ട കർത്തവ്യം അനുസ്യൂതം നിർവഹിച്ചു കൊണ്ടിരിക്കുകയും വേണം. എവിടെയെങ്കിലും വല്ല കോട്ടമോ കുറവോ പോരായ്മയോ കാണുന്ന പക്ഷം അത് പരിഹരിക്കുന്നത് വരെ അടങ്ങിയിരിക്കാവുന്ന മനസ്ഥിതി അത്തരം വിശ്വാസികൾക്കുണ്ടായിക്കൂടാ. വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തെ ഒരു ശരീരത്തിലെ വിവിധ ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധത്തോട് ഉപമിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുന്ന ഈ ആശയത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന പ്രവാചക വചനങ്ങൾ ധാരാളമാണ്. മറ്റൊരു വചനം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത് തന്നെ അബൂ മൂസ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്നത്, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുൻയാനി യശുദ്ദു ബഅദഹു ബഅദ വശബ്ബക ബൈന അസാബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വിരലുകൾ കോർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതാണിത്. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു കെട്ടിടം പോലെയാണ്. അതിൻ്റെ ഒരു ഭാഗം മറ്റേ ഭാഗത്തിന് ശക്തി നൽകുന്നു. ഒരു കെട്ടിടം എന്ന് പറയുമ്പോൾ ആ കെട്ടിടത്തിൻ്റെ ശക്തി കേവലം ഏതെങ്കിലും ഒന്നു മാത്രമായിരിക്കുകയില്ല. പരസ്പരമുള്ള ബന്ധവും അടുപ്പവുമാണ് തീർച്ചയായും ആ കെട്ടിടത്തിന് ശക്തി അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പിന് വഴിയൊരുക്കുന്നത്. എന്നതുപോലെ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഈ പറഞ്ഞ കെട്ടിടം പോലെയാണ്. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരിഷ്ടിക മറ്റൊരിഷ്ടികയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് കെട്ടിടത്തിന് ഉറപ്പും ഭദ്രതയും ഉണ്ടാക്കുന്നത് പോലെ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസി സമൂഹത്തിൻ്റെ ആ കെട്ടിടത്തിന് ഉറപ്പും ഭദ്രതയും നൽകേണ്ടതാണ്. അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമായി പോകും. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന സ്നേഹബന്ധത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ്, വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് ഇവിടെ നാം കാണുന്നത്, മനസ്സിലാക്കുന്നത്. മരണവക്ത്രത്തിൽ കിടന്ന് പിടയുമ്പോൾ പോലും, യുദ്ധകളത്തിൽ അടരാടി രക്തസാക്ഷിത്വം വരിക്കാൻ ഒരുമ്പെടുന്ന വേളയിൽ പോലും സ്വന്തം ശരീരത്തേക്കാൾ മറ്റുള്ളവരുടെ ശരീരത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് സ്വന്തം കുടിക്കേണ്ട വെള്ളം മറ്റുള്ളവന് കൊടുക്കാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് വെള്ളം പോലും കുടിക്കാതെ മരണപ്പെട്ടു പോയ മുൻഗാമികളായ വിശ്വാസികളുടെ ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത് എങ്കിൽ അത്രത്തോളമൊന്നും എത്തിയില്ലെങ്കിലും പരസ്പരമുള്ള സ്നേഹവും ബന്ധവും സാഹോദര്യവും എന്തുകൊണ്ട് കെടാതെ നമുക്ക് നിലനിർത്തിക്കൂടാ? വിശിഷ്യ ഒരാദർശ ബന്ധത്തിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടിയവർക്ക് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.